സാറേ, പ്രശാന്ത് കിഷോർ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്കും രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവർക്കും എല്ലാം ആ പേര് പരിചിതമാണ്. എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ പ്രശാന്ത് കിഷോറിൻ്റെ തന്ത്രങ്ങളാണ് പല പാർട്ടികളെയും വിജയത്തിലെത്തിച്ചത്. പ്രശാന്ത് കിഷോർ സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് ജൻ സുരാജ് പാർട്ടി എന്നാണ്. ഈ പാർട്ടി ബീഹാറിലെ ഇപ്പോൾ ബൈ ഇലക്ഷൻ നടക്കുന്നു. അവിടെ ഈ പാർട്ടി ബീഹാറിലെ 4 മണ്ഡലങ്ങളിലാണ് ബൈ ഇലക്ഷൻ. 4ഇടത്തും ആദ്യമായി പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി മത്സരിക്കാൻ പോവുകയാണ്. അത് യഥാർത്ഥത്തിൽ വെല്ലുവിളി ഉയർത്തുന്നത് ആർക്കായിരിക്കും, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഭാവി എന്താണ്? ഒന്നാമത് ഇങ്ങനെ ഓവർ എസ്റ്റിമേറ്റഡ് ആണ്. ഇങ്ങനെ ഗുണം കൊണ്ട് നല്ല ഇലക്ഷൻ ജയിച്ചു. നരേന്ദ്രമോദി ഇലക്ഷൻ ജയിച്ചത് മോഡി വളരെ കൃത്യമായി അതിനുള്ള ഒരു ജോലി ആദ്യമേ തുടങ്ങിയിരുന്നു. ഒരു BJPയിൽ ഒരു പൊളിറ്റിക്കൽ ഒരു ലീഡർഷിപ്പ് വാക്കം ഉണ്ടായിരുന്നു അഡ്വാനിക്ക് ശേഷം. അത് മോഡി ഫില്ല് ചെയ്യുന്നു. പിന്നെ ഗുജറാത്തിൽ ആദ്യം നെഗറ്റീവായി ദേശീയ ഇൻ്റർനാഷണൽ ശ്രദ്ധയിൽ മോഡി വരുന്നു. പിന്നെ മോഡി അത് പോസിറ്റീവാക്കി മാറ്റും. മോഡീനെ കലാപത്തിൻ്റെ ഒത്ത് കുറ്റം പറഞ്ഞ മുകേഷ് അംബാനിനെ മോഡീനെ പുകഴ്ത്തി പറയുന്ന അവസ്ഥയായി. കലാപത്തിൻ്റെ ഒത്ത് മോഡിയെ കുറ്റം പറഞ്ഞിരുന്ന ടാറ്റ മോഡിയെ പുകഴ്ത്തുന്ന സ്ഥിതിയായി. ദേശീയ മാധ്യമങ്ങൾ കലാപ സമയത്ത് വെറുക്കപ്പെട്ടവനും മോഡി, ഇനി മോഡി പ്രധാനമന്ത്രിയാണോ ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞു. ആ രീതിയിൽ മോഡിക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റി. അത് ഡെലിവർ ചെയ്യാൻ പറ്റി ഗുജറാത്തിൽ. അതിനെ ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റി. 2, ഡോവലിൻ്റെ നേതൃത്വത്തിൽ വിവേകാനന്ദ ഫൗണ്ടേഷൻ തുടങ്ങിയുകൊണ്ട് കോൺഗ്രസിൻ്റെ ഓരോ അഴിമതി ഓരോ പ്രശ്നങ്ങളും എടുത്ത് വെളിയിലിട്ടു അണ്ണാസാനെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ചു. അത് വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കി. 3ാമത്തെ ഡൽഹി റേപ്പ് കേസ് ഒന്ന് സംഭവിച്ചു. അത് വലിയൊരു നാഷണൽ ഇഷ്യൂ ആക്കി മാറ്റാൻ പറ്റി. അതിനുശേഷം ഡൽഹി റേപ്പ് ഉണ്ടായിട്ടുണ്ട്, അതിന് മുമ്പ് റേപ്പ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അതിന് മുമ്പ് ഇന്ത്യയിൽ വലിയ അഴിമതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം അഴിമതി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതൊന്നും ഇങ്ങനെ ആയിട്ടില്ല. അത് ഡോവലിൻ്റെ ഒരു ബുദ്ധിയും കൂടി അതിലുണ്ട്. അതുപോലെ തന്നെ ബംഗാളിൽ മമതാ ബാനർജി ജയിക്കുന്നു. മമതാ ബാനർജി ജയിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ബംഗാളിൽ ഇപ്പോൾ അവിടെ ഏറ്റവും ശക്തമായ പാർട്ടി ആ പാർട്ടിയാണ്. BJP അവിടെ പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട്, വലിയ ഹൈപ്പ് നാഷണലി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് ഭരണം പിടിക്കാവുന്ന രീതിയിൽ അന്ന് BJP എത്തിയിരുന്നില്ല 4 വർഷം മുമ്പ്, 3 വർഷം മുമ്പ്, 2-3 വർഷം മുമ്പ്. അത് അപ്പോൾ ആ സമയത്ത് ചില PR വർക്കുമായിട്ട് ബന്ധപ്പെട്ട ചില മിനുക്ക് പണികളൊക്കെ ചെയ്യാൻ ഇയാൾക്ക് പറ്റി. ബാക്കി BJPൻ്റെ വിജയത്തിന് RSSൻ്റെ പങ്കാണ് വളരെ നിർണായകം. 2, വോട്ട് ബാങ്കുകളെയൊക്കെ തന്നെ ഈ രാഷ്ട്രീയക്കാരാണ് എന്ത് ചെയ്തിട്ടുള്ളത്. ഈ രാഷ്ട്രീയക്കാരാണ് ഈ വോട്ട് ബാങ്കുകളെയൊക്കെ വളരെ കൃത്യമായിട്ട് പോയി കണ്ടിട്ട് അവരെ പോക്കറ്റിലാക്കിയിട്ടുള്ളത്. ഇയാൾ ആകെപ്പാടെ ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്നതിൻ്റെ യൂത്തിൻ്റെ ഇടയിലൊക്കെ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ചില സോഷ്യൽ മീഡിയ കാര്യങ്ങളും ചില ചായ് പേ ചർച്ച ഇങ്ങനെയുള്ള ചില ഐഡിയാസ് കൊടുത്തു. ഇങ്ങനെയുള്ള ഐഡിയാസ് കൊടുക്കുന്ന ആളുകൾ 100 ആളുകൾ പിണറായി വിജയനും മോഡിക്കൊക്കെ ഉണ്ട്. ഇനി ഇവരൊരു ഗ്രൂപ്പായതുകൊണ്ടും ഇവർ പല മീഡിയയ്ക്ക് ഇവർക്ക് സ്വാധീനമുണ്ടോ, മീഡിയക്കാർക്ക് ചായ മേടിച്ചു കൊടുത്തുകൊണ്ടും അവരുണ്ടാക്കി കൊടുക്കുന്ന ഹൈപ്പാണ് ഇത്. ബേസിക്കലി മനസ്സിലാക്കിയോ? ഇയാൾ പണ്ട് ഉത്തർപ്രദേശ് കോൺഗ്രസിനെ ഏൽപ്പിക്കാൻ നോക്കിയിട്ട് എന്തായി വല്ലതും നടന്നോ? ഇടയ്ക്ക് ഉത്തർപ്രദേശ് കോൺഗ്രസിന്റെ ജാഥ ഏറ്റെടുത്തിട്ട് നടന്നോ? ഇല്ല. കോൺഗ്രസിനും കൂടെ ജയിക്കണം തോന്നുന്നുണ്ട്. അതാ പറഞ്ഞത്, സംഘടനയില്ല. അതാ പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ ഒരു വ്യക്തിനെ എങ്ങനെ കൊണ്ടുപോയാന്ന് വലിയ സംഭവം അവരെ അവിടെ ഏൽപ്പിക്കും. കോൺഗ്രസ് പോലും വലിയ ഇപ്പോഴും കോൺഗ്രസിന് ഉണ്ടാവും. മിനിമം 10% വോട്ട് കോൺഗ്രസിന് അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? BJP 20% വോട്ട് താഴെ പോയിടത്തു നിന്നാണ് അമിത്ഷാ പൊക്കിക്കൊണ്ട് വന്ന്. എന്നാൽ പിന്നെ അമിത്ഷാ അല്ലേ വലിയ സംഭവം. അമിത്ഷാ പൊക്കിക്കൊണ്ട് വന്ന് അവിടെ 70 കൂടുതൽ സീറ്റ് പിടിച്ചത്. 20% താഴെ പോയിരുന്നു. കോൺഗ്രസ് ആ സമയത്ത് 10 സീറ്റ് വരെ പിടിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വല്ല കഴിവുള്ള സൂപ്പർ ഹ്യൂമൻ ഭയങ്കര ബുദ്ധിരാക്ഷസനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കോൺഗ്രസിന് UP ജയിപ്പിച്ച് കാണിക്കും. ഇല്ലല്ലോ, പറ്റിയില്ലല്ലോ. വേറെ പല സ്ഥലത്തും തോറ്റിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഹൈപ്പാണ് മീഡിയ. പലപ്പോഴും നിങ്ങളറിയില്ല, ഈ ഔട്ട് ഓഫ് നത്തിങ് ഒരു മീഡിയ ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്. ഇതാണ് പ്രശാന്ത് കിഷോർ ആ അർത്ഥത്തിൽ. അല്ല, മോഡിയുടെ വിജയത്തിന് പിന്നിലോ മമതാ ബാനർജിയുടെ വിജയത്തിൽ ഇയാൾക്ക് വലിയ പ്രധാനമായിട്ട് ഒരു പങ്ക് 5% പങ്കുണ്ട്. ബാക്കി RSSനും അപ്പത്താണ് ദീദീനെ ഗുണ്ടാ ടീം ഉണ്ടാക്കിയെടുത്തത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇവിടെ കഴിഞ്ഞ പിണറായിൻ്റെ വിജയത്തിന് ഇനി ഏതോ ഏജൻസി അതുകൊണ്ടൊന്നല്ല. നമുക്ക് തന്നെ അറിയാലോ, കോവിഡ് സമയത്ത് നന്നായിട്ട് മാനേജ് ചെയ്തു. ആ മീഡിയനെ നന്നായിട്ട് പിന്നെ മാനേജ് ചെയ്തു. താഴെത്തട്ടിലെ ആക്ടിവിറ്റീസ് നന്നായിട്ട് ഓർഗനൈസ് ചെയ്തു. എൻ്റെ വീട്ടിൽ ഈ സാധനം കൊണ്ട് ഈ മാസ്കും കൊണ്ട് വന്ന 2 രാഷ്ട്രീയ പാർട്ടികളാണ്. ഒന്ന് CPM ആണ്, വേറൊന്ന് BJP ആണ്. കോൺഗ്രസ് ആ ഏരിയ കണ്ടിട്ടില്ല. ഇലക്ഷൻ സമയത്ത് പിന്നെ ഈ പറയുന്ന ലൈഫ് പദ്ധതി പോലുള്ള പദ്ധതികൾക്ക് ആരോപണം കൊണ്ടുവന്നു. ആരോപണത്തിൽ കാര്യമുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, അത് തീരുമാനിക്കട്ടെ. പക്ഷേ അത് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന പദ്ധതി ആയതുകൊണ്ട് കോൺഗ്രസ് എല്ലാത്തിനും എതിരെ നിൽക്കാന്നുള്ള ഫീൽ ഉണ്ടാക്കി. രണ്ടാമത് ഇവർ കിറ്റ് കൊടുക്കുന്ന സമയത്ത് കോടതിയിൽ പോയി. കിറ്റ് എടുത്ത് കോടതിയിൽ പോയി. അപ്പോൾ ആ സമയത്ത് പട്ടിണിയായിട്ടിരിക്കുന്ന സമയത്ത് അതിൽ അന്നം മുടക്കുന്നു എന്നുള്ള ഒരു ചിന്ത. അതെ, ആലപ്പുഴ ഏതൊരു റോഡ് നന്നാക്കുമ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന റോഡ് പണി തടഞ്ഞു. ആലപ്പുഴയുടെ റോഡ് നിങ്ങൾക്ക് അറിയാലോ, ഈ വെള്ളം കയറിയിട്ട് ഒരുപാട് ചെയ്യാവുന്ന റോഡാണ്.
ഇതൊക്കെ ജനങ്ങളെ കൊണ്ട് എതിരാക്കി. അതിൻ്റെ ഇടക്കാണ് രമേശ് ചെന്നിത്തലേൻ്റെ ഏതൊരു ഉസ്മാനെ വിളിച്ചത്. അതെ, പിണറായി വിജയൻ ചെയ്യുന്ന രമേശ് ചെയ്താൽ നടക്കില്ലല്ലോ. അത് അവർക്ക് ട്രോൾ, അതിനെ സോഷ്യൽ മീഡിയയിൽ അവർ സജീവമായിട്ട് ഇറങ്ങി. പിന്നെ കോഴിക്കോട് ബീന ടീച്ചറെ MLA ആക്കി, MLA അല്ല മേയറാക്കി. അതിൻ്റെ ഗുണം തൃശ്ശൂർ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആര്യനെ മേയറാക്കി, അതിൻ്റെ ഗുണം യുവാക്കളുടെ ഓൾ കേരള അടിസ്ഥാനത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വളരെ തന്ത്രപരമായിട്ടാണ് കഴിഞ്ഞ ഇലക്ഷനിൽ CPM ഓപ്പറേറ്റ് ചെയ്തത്. അല്ലാണ്ട് പ്രത്യേകിച്ച് ആരുടെ ഉപദേശം ആവശ്യമില്ല. ഇനി അങ്ങനെയല്ല ഉപദേശം, ആ ജോൺ ബിട്ടാസ് കൂടെ ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യം അറിയുന്ന ആളാണ് ജോൺ ബിട്ടാസ്. മീഡിയനെ എങ്ങനെ മാനേജ് ചെയ്യണം, അങ്ങനെയൊക്കെ ഇതിന് ജോൺ ബിട്ടാസ് നല്ല ബുദ്ധിയുണ്ട്. പിന്നെ ഈ പറയുന്ന വോട്ട് ബാങ്കുകൾ എങ്ങനെ മാനേജ് ചെയ്യാൻ പിണറായിക്കും അറിയാം. പിന്നെ താഴെത്തി ചലിപ്പിക്കാൻ CPMൻ്റെ പാർട്ടി സെറ്റപ്പുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് ആദ്യം മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ പ്രശാന്ത് കിഷോർ ബീഹാർ. പക്ഷേ പ്രശാന്ത് കിഷോർ ചെയ്തത് ബീഹാറിലെ നിയോജക മണ്ഡലങ്ങളോട് ഓരോ ഏരിയയായി ബീഹാറിനെ തിരിച്ച് കാൽനട യാത്ര നടത്തി ഓരോ ഗ്രാമത്തിനും താമസിച്ച് അവിടുത്തെ ആ ഗ്രാമത്തിന് ആവശ്യമായിട്ടുള്ള വികസന പദ്ധതികൾ അവിടെ ജനപങ്കാളിത്തത്തോടുകൂടി ആവിഷ്കരിച്ച് അത് 20 വർഷം കൊണ്ട് നടപ്പിലാക്കാനുള്ള ഒരു പാക്കേജ് തയ്യാറാക്കിയാണ് അയാൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇപ്പം ഈ ഗുണ്ടാരാജ് മാറി, എസ്പെഷ്യലി നിതീഷ് വന്നതോടുകൂടി ഗുണ്ടാരാജ് മാറി, വിദ്യാഭ്യാസമൊക്കെ വന്നു, എഡ്യൂക്കേറ്റഡ് യൂത്ത് വളരെയധികം ഉണ്ട് ഇപ്പോൾ. അപ്പോൾ മാറ്റം വരണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അവരെ സ്വാധീനിക്കാൻ പ്രശാന്തിന് പറ്റും ആ അർത്ഥത്തിൽ. അല്ല മറ്റേ അല്ല, ഇത് നല്ല ബുദ്ധിപരമായ നീക്കമാണ്. പക്ഷേ അത് പെട്ടെന്ന് അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ സ്ട്രോങ് ആണ്. പക്ഷേ പ്രശാന്ത് ഇന്നല്ലേ നാളെ അവിടെ കളം പിടിക്കും. ഈ രീതിയിലാണ് പോകുന്നത്. അല്ലെങ്കിൽ അയാളെ തട്ടിക്കളയണം. അയാളുടെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഈ യാദവ മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് ഈ പാർട്ടിയുടെ ജൻസ്വരാജ് പാർട്ടിയുടെ പ്രവർത്തനം. അതായത് RJD അല്ല, അങ്ങനെ RJD അവിടെ സ്ട്രോങ് ആണ്. ഇവിടുത്തെ CPMൻ്റെ പോലെ സ്ട്രോങ് ആണ് RJD. പിന്നീട് മുസ്ലിംസ് അയാൾ എത്രമാത്രം വിശ്വസിക്കുകയില്ല. കാരണം മോഡിനെ സഹായിച്ച ആളുകൾ മുസ്ലിംസ് അങ്ങനെ കൂടുതൽ വിശ്വസിക്കുകയില്ല. ഒന്നാമത്തത് യാദവ് വോട്ട് ബാങ്ക് എന്ന് വെച്ചാൽ യാദവന്മാർക്ക് ഒരു അഡ്രസ്സ് അവിടെ ഉണ്ടാക്കി കൊടുത്തത് ലാലുവാണ്. അത് അത്ര എളുപ്പമൊന്നുമല്ല. ഇയാൾക്ക് കിട്ടാൻ സാധ്യതയെന്ന് വെച്ചാൽ ഈ എല്ലാ വിഭാഗവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചെറിയ ശതമാനം അല്ല. അത് ആദ്യം ചെറുതേ ഉണ്ടാവുള്ളൂ. കോൺഗ്രസിൽ ആദ്യം കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ, CPM കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. ആം ആദ്മി പാർട്ടിൻ്റെ അണ്ണാസരയുടെ മൂവ്മെൻറ്റും ഡോവലിൻ്റെ ബുദ്ധിയൊക്കെ ആയി വന്നതുകൊണ്ടാണ് അന്ന് കുറച്ച് ആളെ കിട്ടിയത്. ബാക്കി എല്ലാം ചെറുതായിട്ടല്ലേ തുടങ്ങിയത്. മുസ്ലിം ലീഗൊക്കെയാണ് വലിയ ആളുകളായി തുടങ്ങിയത്, കേരള കോൺഗ്രസ്. കാരണം അതിന് കമ്മ്യൂണൽ ബാക്കിംഗ് ഉണ്ടായിരുന്നു. ബാക്കി സെക്കുലർ ഓർഗനൈസേഷൻ എല്ലാം കുറച്ച് ആളുകളായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഭാവിയിൽ മൂപ്പര് നിതീഷിന് ശേഷം ആ ഒരു സ്പേസിലേക്ക് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. കാരണം നിതീഷിന് അതിനോട് BJP ആ പാർട്ടിയിൽ വേറെ ആരും ഇല്ല ചലഞ്ച് ചെയ്യാൻ. അപ്പം മുഖ്യമന്ത്രി സ്ഥാനം BJP ഏറ്റെടുക്കും. എനിക്ക് നിതീഷിന് ശേഷം ആ പാർട്ടി തന്നെ ഇല്ലാതായി അന്നപ്പോൾ ഇങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. കാരണം നിതീഷിന് പറയുന്നത് ഇങ്ങനെ പറയുന്നത് നമ്മൾ വളരെ സാധിച്ചുണ്ട്. നിതീഷ് ഇങ്ങനെ മൈക്രോസ്കോപ്പിക്കായി കാര്യങ്ങൾ കണ്ട് വികസന പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്താണ് നിതീഷ് മുന്നോട്ട് പോയത്. ഇതേ രീതിയിൽ തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് RJDക്ക് ആയിരിക്കില്ല ഭീഷണി, ഭാവി നിതീഷിൻ്റെ പാർട്ടിക്കായിരിക്കും ഇയാൾ ഭീഷണി. നിതീഷിനെ വിജയത്തിലെത്തിക്കുന്ന ഒരു പങ്ക് നിതീഷിന് ഇയാളല്ലെങ്കിൽ നിതീഷ് വിജയത്തിലെത്തും. ഇയാൾ സപ്പോർട്ട് ചെയ്തപ്പോൾ സപ്പോർട്ട് ചെയ്യാതെ ഞാൻ പറഞ്ഞില്ല, കോൺഗ്രസിനെ അവിടെ ജയിപ്പിച്ചാണ്. കേരളത്തിലോ കോൺഗ്രസിനെ ജയിപ്പിച്ചാണ്. അങ്ങനെ കളയാൻ ഞാൻ സമ്മതിച്ചു. കോൺഗ്രസ് ഇപ്പോൾ വേറെ ഒരു പുതിയ ഒരാൾ വന്നിട്ടുണ്ടല്ലോ, കനകലു. നമുക്ക് കാണാം. ഇതൊന്നുമല്ല. ഇവരൊക്കെ ഇപ്പം കഴിഞ്ഞ അവിടെ നിയമസഭ കനകലുവിൻ്റെ അതുകൊണ്ടാണ് ജയിച്ചത്. കഴിഞ്ഞ ലോക്സഭ CPM ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കില്ല. CPMൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ വീക്കായിരുന്നു. അത്ര പവർഫുൾ ഒന്നല്ല. മാധ്യമങ്ങൾ ശക്തരായ സ്ഥാനാർത്ഥികളെന്ന് ഞാൻ 2 മാധ്യമക്കാരോട് ചർച്ച ചെയ്തിട്ട് നിങ്ങൾ എന്താണ് ശക്തരായ സ്ഥാനാർത്ഥികളെന്ന് പറയും. ഒന്നും പറയാനല്ലേ, അത്ര ശക്തരൊന്നും ആയിരുന്നില്ല പല സ്ഥലത്തും സ്ഥാനാർത്ഥികൾ. അത് പിണറായിൻ്റെ ഒരു ഷാജയാണ്. ലോക്സഭ ഇലക്ഷൻ തോറ്റു കൊടുത്തിട്ട് ജനങ്ങളുടെ രോഷം മൊത്തം അതിലേക്ക് പോകും. കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം കൂടി ഇവന്മാർ അടി തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും? CPM കൺസോൾട്ടേറ്റ് ചെയ്ത് നല്ല സ്ഥാനാർത്ഥികളൊക്കെ നിർത്തി അവർ ജയിപ്പിച്ചെടുക്കും. ലോക്സഭ ഇലക്ഷൻ ഒരു വാസ്റ്റ് ഏരിയയാണ്. ഇപ്പോൾ ജോണിൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ കൂടുതൽ പരിചിതനായിരിക്കും. അങ്ങനെ അവിടെ ഏറ്റവും കൂടുതൽ പരിചിതനായിട്ടുള്ള ആൾ, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ആളുകൾ CPM ആയിരിക്കും. അവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിരിക്കും, അത് ഏരിയയിലുള്ള ആരെങ്കിലും ആയിരിക്കും. ലോക്സഭ ഇലക്ഷൻ അങ്ങനെയല്ല. അവിടെ ഈ പറഞ്ഞ ഇമേജിന് വലിയ, ഇപ്പോൾ ശശി തരൂർ, സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞാൽ ഈ ഇമേജിന് വലിയ ഒരു പ്രാധാന്യമുണ്ട്. അതിന് വാസ്റ്റ് ഏരിയയാണ്, നേരിട്ട് ഇടപെടലില്ല. നിയമസഭയിൽ വരുമ്പോൾ നേരിട്ട് ഇടപെടലാണ്. അപ്പോൾ ആ രീതിയിൽ അവിടെ ഇടപെടണം. അങ്ങനെ ഇടപെടുന്ന ഏറ്റവും കൂടുതലാണ് BJPക്കാരും, പിന്നെ അല്ല കോൺഗ്രസ് CPM BJPക്കാർ. ഇനി BJP കമ്മ്യൂണൽ പാർട്ടി എന്നുള്ള തോന്നലുള്ളതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് പോലും പൂർണ്ണമായിട്ടും BJP അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സോഫാ മുസ്ലിങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാത്തതുകൊണ്ട് ഈഴവർ ഇതൊരു നായർ പാർട്ടിയായി കരുതുന്നു. നായന്മാർ ഇത് നമ്മളെ വിഴുങ്ങാൻ നിൽക്കുന്ന വേറൊരു സംഭവമായി കരുതുന്നതുകൊണ്ടും ഒക്കെ തന്നെയാണ് BJPയുടെ ടച്ച് പിടിക്കാത്തത്. അപ്പോൾ അല്ലെങ്കിൽ ഇവരാണ് പിന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ആൾ. കോൺഗ്രസ് ഈ ഇവിടുത്തെ മുണ്ട് ഷർട്ടിട്ട് ഇറങ്ങി പോകുന്നല്ലാതെ ജനങ്ങളെ കാര്യത്തിൽ ഇത്ര ഇടപെടുന്നുണ്ടില്ല. CPM ഇടപെടുന്നുണ്ട്. അതാണ് നിയമസഭയിൽ അവർ ജയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ വലിയ ഇലക്ഷൻ മാനേജ് ചെയ്യുന്ന ആളുകൾ വലിയ സംഭവമാണെങ്കിൽ അവർ ആദ്യം കേരളത്തിലൊന്ന് കോൺഗ്രസിനെ. എന്തായാലും പ്രശാന്ത് കിഷോർ അല്ല, അയാൾ പതുക്കെ അവിടെ എങ്ങനെയാണോ പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ കളം പിടിച്ചത് അതേപോലെ പതുക്കെ കളം പിടിക്കും. അത്രയേ ഉള്ളൂ.